തുടർച്ചയായ 5-ാം ദിവസവും അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ പ്രകോപനം തുടർന്ന് പാക് സേന. നിയന്ത്രണ രേഖയിലെ പാക് വെടിവെപ്പിന് ഇന്ത്യൻ സേന കനത്ത തിരിച്ചടി നൽകി. പാകിസ്ഥാനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങളുമായി നടപടി കടുപ്പിക്കാനാണ് ഇന്ത്യയുടെ അടുത്ത നീക്കം. കുപ്വാരയിലും ബാരാമുള്ളയിലും രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള അഗ്നൂരിലും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാനെതിരെ ഇന്ത്യ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമമേഖലയിലേക്ക് അനുമതി നിഷേധിക്കും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയേക്കും. അതിർത്തി കടന്നെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ 6 ദിവസം പിന്നിട്ടിട്ടും പാകിസ്ഥാൻ വിട്ടുനൽകിയിട്ടില്ല. ഇന്ത്യ ഇതിനോടകം വിളിച്ച 3 ഫ്ളാഗ് മീറ്റിംഗുകളോടും പാകിസ്ഥാൻ പ്രതികരിച്ചില്ല. BSF ജവാൻ PK ഷായെ ഉടൻ മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യയും മകനും മാതാപിതാക്കളും പഞ്ചാബിലെത്തി. BSF ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണാനും ആലോചനയുണ്ട്. കസ്റ്റഡിയിലെടുത്ത BSF ജവാന്റെ ചിത്രങ്ങൾ പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ പിന്നീട് PK ഷായെക്കുറിച്ചുള്ള വിവരങ്ങളോ ഔദ്യോഗിക അറിയിപ്പോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 6 ദിവസം പിന്നിട്ടിട്ടും BSF ജവാന്റെ മോചനം വൈകുന്നതിൽ കടുത്ത ആശങ്കയിലാണ് കുടുംബം. വിനീത VG, 24, ഡൽഹി.